വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോർസം BA ഇംഗ്ലീഷിൻ്റെ എക്സാം തുടങ്ങി, 29 മുതൽ അവർക്ക് എക്സാം തുടങ്ങി. ഈ മൺഡേ അവർ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ജേർണലിസ്റ്റിക് പ്രാക്ടീസസിൻ്റെ എക്സാമാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വരിക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ടോപ്പിക്സിൻ്റെ വീഡിയോസ് നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഇടാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ. അതാണ് വളരെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റിനായിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ജേർണലിസ്റ്റിക് പ്രാക്ടീസസിൻ്റെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ് വരിക എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ, അതിൽ പ്രധാനമായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് എഴുതണം. പിന്നെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പോയിൻ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 1 by 1 ആയിട്ട് എഴുതാം. അതിൽ പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിവിഷൻ, അതിൽ വരുമ്പോൾ പബ്ലിഷർ എഴുതണം, എഡിറ്റർ ഇൻ ചീഫ്, മാനേജിങ് എഡിറ്റർ, ന്യൂസ് എഡിറ്ററിൽ തന്നെ എഡിറ്റർ സയൻസ്, എഡിറ്റർ ബിസിനസ്, എഡിറ്റർ സ്പോർട്സ്, എഡിറ്റർ സിറ്റി, എഡിറ്റർ ഫീച്ചേഴ്സ്, പിന്നെ സബ് എഡിറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടേഴ്സ്, കറസ്പോണ്ടൻസ്, സ്റ്റാഫ് റൈറ്റേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോൾ എന്താണ് എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയണം. പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് എഡിറ്റോറിയൽ ഡിവിഷൻ പറയണം. പിന്നീട് വരുന്നതാണ് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിജിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതൊക്കെ പറയാം. പിന്നെ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മാർക്കറ്റിംഗ് സെക്ഷൻ ഉണ്ട്, അഡ്വർടൈസിങ് സെക്ഷൻ ഉണ്ട്, സർക്കുലേഷൻ സെക്ഷൻ ഉണ്ട്. പിന്നീട് വരുന്നതാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് എഴുതേണ്ടത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നീട് വരുന്നത് ഡെഡ് ലൈൻ, അതായത് ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഡെഡ് ലൈൻ എന്താണെന്ന് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഹൂ ഈസ് എ ഗുഡ് എഡിറ്റർ എന്താണെന്ന് ചോദിച്ചേക്കാം. പിന്നെ കോപ്പി എഡിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പി എഡിറ്റിംഗ് എന്താണെന്ന് പഠിച്ചു വയ്ക്കണം, പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ്. പിന്നെ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ ആ ഭാഗത്തുനിന്നും ചോദിച്ചേക്കാം. പിന്നീട് നമുക്ക് മൊഡ്യൂൾ 2 ചീഫ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ എന്താണെന്ന്, ഇതിൽ ചീഫ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ എന്താണെന്ന് കൂടി നോക്കി വെക്കണം. പിന്നെ ചീഫ് സബ് എഡിറ്ററിനെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. പിന്നീട് വരാവുന്നത് എപ്പോഴും മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, അതായത് സബ്ജക്റ്റ് ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് പുതിയ പേപ്പർ ആണെങ്കിലും ഇതിൽ ചില ടോപ്പിക്കൊക്കെ മുൻപേ ഉള്ള ജേർണലിസം പഠിക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ സ്ട്രിംഗേഴ്സ് ആൻഡ് ഫ്രീലാൻസേഴ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി നോക്കി വെച്ചോളൂ. പിന്നെ നമ്മുടെ മൊഡ്യൂൾ 2 ആണ് കണ്ടന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് പ്രാക്ടീസസിൽ പ്രധാനമായിട്ട് വരുന്നത് ന്യൂസ്. എന്താണ് ന്യൂസ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് ഡിറ്റർമിനൻസ് എന്തൊക്കെയാണെന്ന്, അതായത് ഒരു ന്യൂസിൻ്റെ വാല്യൂസ് തീരുമാനിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ടൈംലെസ്നെസ്, ഇമ്പോർട്ടൻസ്, പ്രോമിനൻസ്, പ്രോക്സിമിറ്റി, ഓഡിറ്റീസ്, കോൺസിക്വൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതൊക്കെ ഓർത്തു വെക്കണം. പിന്നെ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് 5 WS and 1H. എന്താണ് ഈ 5 WS and 1H എന്നുള്ള ഉദ്ദേശിക്കുന്നത്? 5 WS ക്വസ്റ്റ്യനും 1H ക്വസ്റ്റ്യനും, അതായത് ഹൂ, വേർ, വൈ, വെൻ ആൻഡ് വാട്ട് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ 5W ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. H ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഹൗ, അതിന് നമ്മൾ ഹൗ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ആൻസർ കിട്ടണം. അങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ 5 WS and 1H ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ന്യൂസ് ലീഡ്സ് പഠിച്ചു വയ്ക്കണം. പിന്നെ ന്യൂസ് ലീഡ്സിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ അതിൻ്റെ പോയിന്റ്സ് വരുമ്പോൾ കോൺസൈസ്, സ്പെസിഫിക്, യൂസിങ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് വെർബ്സ്, എംഫസൈസിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റോറി, സ്ട്രെസ്സിങ് ദ അൺയൂഷ്വൽ, ലോക്കലൈസ്ഡ്, സിമ്പിൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ടൈപ്സ് ഓഫ് ലീഡ്സ് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ലീഡ്സ്. ഡയറക്റ്റ് ലീഡ്, ഡിലൈഡ് ഓർ ബറീഡ് ലീഡ്, മൾട്ടി പാരഗ്രാഫ് ലീഡ്, കൊട്ടേഷൻ ലീഡ്, ക്വസ്റ്റ്യൻ ലീഡ്, സസ്പെൻസ്ഫുൾ ലീഡ്, ഡിസ്ക്രിപ്റ്റീവ് ലീഡ്, ഷോക്കിംഗ് ലീഡ്. ഇത് പഠിച്ചു വെക്കണം, എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്.
ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ വരച്ചിട്ട് പഠിക്കണം. ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈൽ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും താഴെ എഴുതുമ്പോഴത്തെ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാണ് ആദ്യം എഴുതി വരും, എന്നിട്ടാണ് മുകളിലേക്ക് വരയ്ക്കുക. ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, പിന്നെ അതിന് തൊട്ട് മുകളിൽ ലെസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, പിന്നീട് അതിൻ്റെ തൊട്ട് മുകളിൽ ഈവൻ ലെസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ സച്ച് ആസ് എക്സ്ട്രാ ഡീറ്റെയിൽസ്, പിന്നെ ലെസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് സ്റ്റിൽ വാല്യുബിൾ ഇൻഫർമേഷൻ. ഏറ്റവും മുകളിൽ എഴുതേണ്ടതാണ് ലീഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഈ തരത്തിലാണ് അത് ഇങ്ങനെ ചെരിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഇൻവെർട്ടഡ് പിരമിഡ് പറഞ്ഞാൽ അറിയാലോ, പിരമിഡിൻ്റെ നേരെ ഇൻവേർട്ട് ആയിട്ടുള്ള രീതി, ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് ന്യൂസ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വരച്ചിട്ട് ആണ് കാണിക്കുക, ചിത്രത്തിൽ വരച്ച് കാണിക്കും. അത് നിങ്ങൾ അതുപോലെ പഠിക്കുക. പിന്നെ ഹൗസ് ഗ്ലാസ് സ്റ്റൈൽ ചോദിക്കാറുണ്ട്, ഡയമണ്ട് സ്റ്റൈൽ ചോദിക്കാറുണ്ട്. അതൊക്കെ ജസ്റ്റ് നന്നായി വായിച്ചു നോക്കുക, കാരണം ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ട്രാവലോഗ്സ്, കോളം, കാർട്ടൂണൊക്കെ എന്താണെന്നൊന്ന് നോക്കി വെക്കുക. അതൊക്കെ നോക്കി വെച്ചാൽ തന്നെ വായിക്കാൻ, ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റത് ശരിക്കും പഠിക്കുക തന്നെ വേണം, എന്നാലാണ് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് എസ് ആയിട്ട് ചോദിച്ചേക്കാം. ആക്യുറസി, ആട്രിബ്യൂഷൻ, ഫെയർനെസ്, ഒബ്ജക്റ്റിവിറ്റി, മൾട്ടി കൾച്ചറലിസം, ഇതൊക്കെയാണ് ആ 5 പോയിന്റ്സ്. ഈ 5 പോയിന്റ്സ് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പാരഗ്രാഫായിട്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം, എസ് ആയിട്ടും ചോദിച്ചേക്കാം. പിന്നെ ബീറ്റ് റിപ്പോർട്ടിംഗ് എന്താണെന്ന് ചോദിക്കാം, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്താണെന്ന് ചോദിക്കാം. അത് രണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം, ചിലപ്പോൾ 3 മാർക്കിനും ചോദിച്ചേക്കാം. പിന്നെ ന്യൂസ് ഏജൻസി, പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികൾ ഏതൊക്കെയാണ്? AFP പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ഫ്രാൻസ് പ്രസ് ആണ്. അസോസിയേറ്റഡ് പ്രസ് ആണ് AP. ഈ റൂട്ടേഴ്സ്, യുണൈറ്റഡ് പ്രസ് ഇന്റർനാഷണൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. ഇതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി മൊഡ്യൂൾ 3 പ്രിന്റ് മീഡിയ ജേർണലിസ്റ്റിൽ എഡിറ്റിംഗ്, പ്രധാനമായിട്ടും വരുന്ന എഡിറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജനറൽ റൂൾ ഓഫ് എഡിറ്റിംഗ്, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട റൂളുകൾ എന്തൊക്കെയാണെന്ന്. എൻഷുറിങ് ആക്യുറസി, ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ്, പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ്, കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ്, പിന്നെ മേക്കിംഗ് ദ സ്റ്റോറി കൺഫേം ടു സ്റ്റൈൽ, എലിമിനേറ്റിംഗ് ലിബലസ് സ്റ്റേറ്റ്മെന്റ്സ്, എലിമിനേറ്റിംഗ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ്, മേക്ക് ദ സ്റ്റോറി റീഡബിൾ ആൻഡ് കംപ്ലീറ്റ്, പിന്നെ റൈറ്റിംഗ് അട്രാക്റ്റീവ് ഹെഡ്ലൈൻസ്, എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എസ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് വലുതായിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എസ് ആയിട്ട് തന്നെ ഇത് ചോദിച്ചേക്കാം. പിന്നെ വരുന്നത് റൈറ്റിംഗ് എഡിറ്റോറിയൽ ചോദിക്കാം, അത് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നീട് വരുന്നത് സ്ട്രക്ചർ ഓഫ് എൻ എഡിറ്റോറിയൽ. സ്ട്രക്ചർ ഓഫ് എൻ എഡിറ്റോറിയൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. 4 ടൈപ്സ് ഓഫ് എഡിറ്റോറിയൽസ് ഏതൊക്കെയാണെന്ന് അത് ഇത് ചോദിച്ചു കാണാം, ഒന്നൊരു ക്വസ്റ്റ്യൻ ആവും. 4 ടൈപ്സ് ഓഫ് എഡിറ്റോറിയൽ അത് നോക്കി വെക്കാം. പിന്നെ വരുന്നത് മേജർ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. DPA, EFE, NCNA, കൊയ്ഡോ. ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഇന്ത്യൻ ന്യൂസ് ഏജൻസികൾ ഏതൊക്കെയാണ് ചോദിക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യ ഒക്കെയാണ്. പിന്നെ ഇതിൽ വരാവുന്നത് എന്ന് പറയാം. ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുള്ളൂ. ഇതൊക്കെ ഒന്ന് നന്നായി നോക്കി വെക്കാം. എഡിറ്റിങ്ങിൽ പ്രധാനമായിട്ടും പറയാം, എഡിറ്റിംഗ് എന്നുള്ള നമ്മുടെ 3rd മൊഡ്യൂൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് നന്നായി ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മുടെ മൊഡ്യൂള് 4ലേക്ക് നമുക്ക് വരുമ്പോൾ പബ്ലിക് റിലേഷനാണ് നമ്മളെ മൊഡ്യൂൾ 4. പബ്ലിക് റിലേഷനിൽ ഓർഗനൈസേഷൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് പബ്ലിക് റിലേഷൻ എന്താണെന്ന് ചോദിച്ചേക്കാം. പിന്നെ ദ കോമ്പോണൻസ് ഓഫ് പബ്ലിക് റിലേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പബ്ലിക് റിലേഷൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? പബ്ലിക് റിലേഷൻസ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പബ്ലിക്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് അത് ജസ്റ്റ് നോക്കാം. പിന്നെ ഷെയർ ഹോൾഡേഴ്സ്, ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. പിന്നീട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡീലേഴ്സ്, റീറ്റെയിലേഴ്സ് ഇതൊക്കെ നോക്കി വയ്ക്കുക. പിന്നീട് വരാവുന്ന എന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻ എന്താ നോക്കാം. പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ എന്താ നോക്കാം. ടൂൾസ് ഫോർ പബ്ലിക് റിലേഷൻ നോക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അങ്ങനെ എല്ലാം ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. ബ്രോഷേഴ്സ് എന്താ നോക്കണം. ബ്രോഷേഴ്സ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇന്റർനെറ്റ് ആസ് എ PR ടൂൾ, ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാം, അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് ചോദിച്ചേക്കാം. പിന്നെ PRO, പബ്ലിക് റിലേഷൻ ഓഫീസറെ കുറിച്ച് ചോദിച്ചേക്കാം. ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ക്രാഫ്റ്റിംഗ് പ്രസ് റിലീസസ് ചിലപ്പോൾ ചോദിച്ചേക്കാം, മേ ബി, ഉറപ്പ് പറയാൻ പറ്റില്ല, ചോദിച്ചേക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പറയാവുന്നത്. പിന്നീട് ഇപ്പോൾ പറയാവുന്നതെന്ന് പറയാൻ പറ്റുന്നത്
ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായി നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇനി വരാവുന്നതെന്ന് പറയാവുന്നത് പിന്നെ വരാവുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇനി നമ്മൾ ആ ഭാഗം നോക്കാതെ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എക്സാം അല്ലേ. അപ്പം ഇനിയിപ്പോൾ ആ ഭാഗത്ത് നമ്മളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാവും. കാരണം അത് നോക്കിയില്ലല്ലോ, ഞാൻ മനഃപൂർവ്വം ആ ഭാഗം വായിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എക്സാമിൻ്റെ ഒരു പ്രധാന കാര്യം പറയുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു നമ്മൾ നന്നായി പഠിക്കുക. അല്ലാത്തൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റണം, ആ തരത്തിൽ വേണം വായിക്കാൻ. അപ്പോൾ ഈ ജേർണലിസം സബ്ജക്റ്റ് പൊതുവേ വളരെ സിമ്പിളാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു പേപ്പറാണ്. നന്നായി മാർക്ക് സ്കോർ ചെയ്യാനും കൂടി പറ്റുന്നൊരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കിട്ടാവുന്ന മാർക്ക് നല്ല രീതിയിൽ മേടിക്കുക. മാർക്ക് കുറയ്ക്കരുത്. നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്ക് 20 മാർക്ക് കിട്ടുമല്ലോ. പിന്നെ എക്സ്റ്റേണൽ 80-ൽ ഒരു 60 മാർക്കൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിച്ച 80 മാർക്ക് തന്നെയായി. അപ്പോൾ നല്ലൊരു മാർക്ക് തന്നെയായല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്? അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെടുന്ന വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ മൊഡ്യൂൾ 5 ആണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഇതുപോലെ അഡ്വർടൈസിങ്. കാരണം എത്രത്തോളം വരും നമുക്ക് പറയാൻ പറ്റില്ല. അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. എന്നാൽ അത്രത്തോളം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമല്ല അഡ്വർടൈസിങ്. കാരണം അഡ്വർടൈസിങ് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ പറ്റും. കാരണം അഡ്വർടൈസിങ്ങുമായി ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനിഷൻ എന്താണ് അഡ്വർടൈസിങ്ങിന് അത് പഠിച്ചു വെക്കണം. കാരണം അത് അങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നതല്ല. നമ്മൾ പഠിച്ചാൽ തന്നെ ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് പഠിച്ചാൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മളിപ്പോൾ 5 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എന്തെങ്കിലും പറയാണ്ടോ നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ടത് ഞാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പറയാത്തത് ഏതെങ്കിലും ടോപ്പിക്ക് വന്നിട്ടുണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. നമ്മുടെ ലാസ്റ്റത്തെ കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസ് 6ാമത്തെ മൊഡ്യൂൾ പറയുന്നത് കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസ് ആണ്. ആ ഭാഗത്തു നിന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. കാരണം കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസ് എന്നാണ് അത്ര എപ്പോഴും പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ നമുക്ക് കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെയാണ് വരാവുന്നതെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസിൽ പ്രധാനമായിട്ടും വരുന്നത് കോപ്പി റൈറ്റിംഗ്, പിന്നെ അഡ്വർടൈസിങ്ങിൻ്റെ ഭാഗത്തിൽ അഡ്വർടൈസിങ് ഏജൻസി, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടോ. കാരണം പറയാൻ പറ്റില്ല ഇതൊക്കെ ചോദിച്ചെങ്കിലും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. പിന്നെ വരുന്നത് നമ്മുടെ കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസിൽ പ്രധാനമായിട്ടും പറയാവുന്ന എന്തൊക്കെയാ വെച്ചാൽ എലമെന്റ്സ് ഓഫ് കോപ്പി റൈറ്റിംഗ്, ഹെഡിങ്, ബോഡി കോപ്പി, സ്ലോഗൻസ്, ടാഗ് ലൈൻസ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ആ ചാപ്റ്റർ ഒന്ന് അത്രയൊക്കെ നോക്കിയാൽ മതി. പിന്നീട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വരില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് കൂടി നോക്കി പോവുക. അപ്പോൾ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് കരുതുന്നു. എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.